നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പം വായിക്കാൻ പോകുന്നത് യോഗ പരിശീലനവും അതിൻ്റെ നിർദ്ദേശങ്ങളും നിബന്ധനകളുമാണ്. യോഗ പരിശീലനം, നിബന്ധനകൾ, നിർദ്ദേശങ്ങൾ. 1. നല്ല നീളവും വീതിയും കട്ടിയുമുള്ള ഒരു കോട്ടൺ ബെഡ്ഷീറ്റ് നിവർത്തി വിരിച്ച് അതിൽ കിഴക്കോട്ടോ വടക്കോട്ടോ അഭിമുഖമായി വേണം പ്രാർത്ഥന മുതൽ എല്ലാ ആസന പ്രാണായാമങ്ങളും അഭ്യസിക്കാൻ. യോഗ അഭ്യസിക്കുന്നതിന് ഏറ്റവും ഉത്തമമായ സമയം പ്രഭാതമാണ്. നേരത്തെ ഉണരുക, മലശോധന, പ്രഭാത കർമ്മങ്ങൾ നിർവഹിക്കുക. കുളി കഴിഞ്ഞിട്ട് യോഗ അഭ്യസിക്കുന്നതും കൂടുതൽ പ്രയോജനപ്രദമാണ്. ബുദ്ധിവിശേഷം എന്നത് ഓർമ്മിക്കുക. കാലത്ത് സൗകര്യപ്പെടാത്തവർക്ക് വൈകിട്ട് സൂര്യാസ്തമനത്തിന് മുമ്പ് തീർക്കത്ത വിധം യോഗ അഭ്യസിക്കാവുന്നതാണ്. 2. കാറ്റും വെളിച്ചവും കിട്ടുന്നതും തട്ടുമുട്ട് സാധനങ്ങൾ അധികമൊന്നുമില്ലാത്തതും ശുചിത്വവുമായ ഒരു നല്ല മുറിക്കകത്തോ ടെറസിൻ്റെ മുകളിലോ യോഗ ചെയ്യാവുന്നതാണ്. ആരുടെയും ശല്യമില്ലാത്ത സ്ഥലവും ആകാം. ശബ്ദവും ബഹളവും ഒന്നുമില്ലാത്ത ശാന്തമായ അന്തരീക്ഷം ആയിരിക്കണം. 3. യോഗ അഭ്യസിക്കുമ്പോൾ ബനിയൻ, കണ്ണട, വാച്ച് ഇതൊന്നും പാടില്ല. പുരുഷന്മാർ നിക്കർ ധരിക്കാം. പെൺകുട്ടികളും സ്ത്രീകളും ചുരിദാറും കമ്മീസും ധരിക്കാവുന്നതായിരിക്കാം സൗകര്യം. വായു കടക്കത്ത വിധം അരയും നെഞ്ചും വിരിഞ്ഞ് മുറുക്കി ഇരിക്കണം. യോഗ ചെയ്യുമ്പോൾ ഫാൻ ഉപയോഗിക്കരുത്. എയർ കണ്ടീഷനുള്ള മുറിയും അനുയോജ്യമല്ല. അനുകൂലമല്ലാത്ത കാലാവസ്ഥകളിലും ഈ നിയമം ആവശ്യാനുസരണം വരുന്നതാണ്. 4. അവരവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പ്രാർത്ഥനയാണ് ആദ്യം വേണ്ടത്. തുടർന്ന് 2 മിനിറ്റ് നിശ്ചലമായി ധ്യാനത്തിലേക്ക് മനസ്സിനെ മാറ്റി ശാന്തമാക്കുക. പ്രാർത്ഥനയും ധ്യാനവും. ശരീരത്തിൻ്റെ പിരിമുറുക്കം മാറ്റാൻ 2 മിനിറ്റ് ശവാസനം വേണം. ഇത് 3 കഴിഞ്ഞാണ് അഭ്യാസങ്ങളിലേക്ക് പ്രവേശിക്കുക. 5. യോഗ പരിപാടി കഴിഞ്ഞ് കുറച്ച് സമയം ശാന്തമായി ഇരിക്കുക. പെട്ടെന്ന് മറ്റു കാര്യങ്ങളിലേക്ക് പ്രവേശിക്കരുത്. 15-20 മിനിറ്റ് കഴിഞ്ഞ് മതി കുളിയും പ്രഭാത ഭക്ഷണവും മുതലായവ. 6. എന്തെങ്കിലും ഓപ്പറേഷൻ നടന്നിട്ടുള്ളവരും എന്തെങ്കിലും രോഗമുള്ളവരും ഡോക്ടറെയോ യോഗാ വിദഗ്ധൻ്റെയോ ഉപദേശം തേടേണ്ടതാണ്. 7. ബലം പ്രയോഗിച്ചും മത്സരിച്ചും യോഗ അഭ്യസിക്കരുത്. ശരീരത്തിൻ്റെയും അവയവങ്ങളുടെയും വഴക്കം അനുസരിച്ച് മാത്രമേ ഓരോ ആസനവും പ്രയോഗിക്കാൻ പാടുള്ളൂ. നിശ്ചയദാർഢ്യം ദൈനംദിനം പരിശീലിക്കാവുന്നതായ. 8. സ്ത്രീകൾ ആവർത്തനകാലങ്ങളിലും ഗർഭിണികൾ 2 മാസത്തിന് ശേഷവും യോഗ അഭ്യസിക്കരുത്. 9. യോഗ ചെയ്യുമ്പോൾ അതിൽ മാത്രം മനസ്സിനെ കേന്ദ്രീകരിക്കണം. തമ്മിൽ സംസാരിക്കുന്നത് ഒഴിവാക്കണം. 10. ആഹാരം പോലെ തന്നെ യോഗ വ്യായാമം ശരീരത്തിന് ആവശ്യമാണെന്ന് വിശ്വസിക്കുക. ദിവസത്തിൽ 1 മണിക്കൂർ അതിനു വേണ്ടി മാറ്റിവെക്കുക. ഒഴിച്ചുകൂടാൻ വയ്യാത്ത കാരണങ്ങൾ മൂലമല്ലാതെ യോഗ മുടക്കാതെ ഇരിക്കുക. അപ്പം ഇതൊക്കെയാണ് യോഗ പരിശീലനങ്ങളുടെ നിർദ്ദേശങ്ങളും നിബന്ധനകളും. അപ്പം ഞാൻ വായിച്ചത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പം ഇത് സിമ്പിളായിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മളിപ്പം ഒരുപാട് സാധനങ്ങളൊന്നുമില്ലാതെ അത്യാവശ്യത്തിന് നമുക്ക് കൈയും കാലും നീട്ടാനും വളയ്ക്കാനൊക്കെ സൗകര്യപ്പെടുന്ന വൃത്തിയുള്ളൊരു മുറിക്കകത്തും പിന്നെ ടെറസിൻ്റെ മുകളിലൊക്കെ ആണെങ്കിൽ പുറത്തെ ശബ്ദമൊന്നും ഒട്ടും വരാത്തിടത്തും വേണം യോഗ അഭ്യസിക്കാൻ. പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് ആരുടെയും ശല്യം അത് നല്ലതല്ല.
വളരെ സമാധാനത്തിലൂടെ വളരെ സ്ലോലി ചെയ്യേണ്ട ഒരു കാര്യമാണ് യോഗ. അതുകൊണ്ട് ആരെയും ശല്യമില്ലാതെ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലവും കൂടി ആയിരിക്കണം. പിന്നെ നമുക്കറിയാമല്ലോ, ഇപ്പോൾ വ്യായാമമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കുളിക്കാവുള്ള, ഭക്ഷണം കഴിക്കാവുള്ള, പിന്നെ വെള്ളമൊക്കെ കുറച്ച് കുടിക്കാവുള്ളൂ. ഒറ്റയടിക്ക് നമ്മൾ ആ ഒരു കിതപ്പിന് വെള്ളം ഒരുപാട് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് യോഗയൊക്കെ ചെയ്യാൻ വളരെ തടസ്സമായിരിക്കും. അതുകൊണ്ട് സാവധാനം കുറച്ച് വെള്ളം കുടിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്നെ തുടർന്നും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസിനെ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.